மிகப்பெரிய வித்தைக்கா. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനെന്ത് കളിക്കാൻ പോകുന്ന പെസ്സാണ്. എന്താണെന്ന് വെച്ചാൽ പെസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഓച്ച് പ്ലേസിന് എല്ലാവരും അറിയിക്കും. ഞാൻ ഇത് ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ, എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാച്ച് വന്നിരിക്കുന്നത് നമുക്ക് ഡിവിഷൻ 4 ആണ്. നല്ല പ്ലെയറാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയ കാണണമേ എന്ന് മാത്രമേ എൻ്റെ അപേക്ഷയുള്ളൂ. ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പോമെൻ്റ് നല്ല ഒപ്പോമെൻ്റാ. ഞാൻ ആദ്യം ബാർക്കോളയും എംബാപ്പെ കളിക്കാൻ നോക്കിയതാ. പക്ഷേ അത് വേണമെന്ന് പറഞ്ഞു. വേൺറൂണിൻ്റെ അല്ല, നല്ല പവറുള്ളതാണ് വേൺറൂണി. അപ്പോൾ അത് എടുത്ത് കളിച്ചു ഞാൻ. അത്രേ ഉള്ളൂ, ഈസിമേ. ഓ, പിന്നെ ഞാൻ അഗ്യൂറിനെ എടുത്തെന്നുള്ളൂ, വേറെ പ്രശ്നമില്ല. അങ്ങനെ സ്റ്റാർട്ട് ആക്കുമ്പോൾ അവൻ ഞെക്കണം. അപ്പം എനിക്കൊരു വാശി വന്നു. പക്ഷേ നമ്മൾ ചെയ്തില്ല ബ്രോ. അതാണ് കട്ട മനസ്സ് ഇല്ലേ. അങ്ങനെ ഇപ്പം എൻ്റെ വരാണ്ടിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ എനിക്ക് എന്താ പ്രാന്ത് വരാൻ തുടങ്ങിയപ്പോൾ വന്നില്ല. വന്ന് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കാണിച്ചാലോ. കളി സ്റ്റാർട്ട് വേഗം സ്റ്റാർട്ടാവടാ. സ്റ്റാർട്ടായി. ഓ, അങ്ങനെ നമ്മൾ പെസ്സിലോട്ട് വന്നിരിക്കുന്നതാണ്. ഗൈസ്, എൻ്റെ പേരെന്ന് വെച്ചാൽ പെസ്സിന് TLVI എന്നാണ്. നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ കിട്ടും. നല്ല കാര്യം. ഗൈസ്, ഈ ബ്ലാക്ക് സ്ക്രീനാണ് കാരണം എന്ന് വെച്ചേ പെസ്സിൻ്റെ ഇങ്ങനെ വന്നതാണ്. അതില്ലെങ്കിൽ സോറി കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചേക്കണേണ്. ഞാൻ എഡിറ്റ് ചെയ്യണ ക്യാപ് കട്ടിൽ നിന്ന് ചെയ്യും, ഇൻഷോട്ടിൽ നിന്നും ചെയ്യും ഞാൻ. ഇതിപ്പോൾ ഞാൻ ഇൻഷോട്ടിലാണ് ഇപ്പോൾ ചെയ്യണത്. പിന്നെ മാച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ഒരു മിസ് പാസ് തന്നവന് ഉള്ളിൽ. എന്നിട്ട് ഇവന്മാർ ഡിഫൻഡ് വരുമ്പില്ലേ, ഒരു കാര്യം പറയട്ടാ, ഇവന്മാർ മര്യാദക്ക് ഡിഫൻഡ് തന്നില്ല. അതെന്തോന്നാ ഗൈസ് വരാത്ത മര്യാദക്ക് ഡിഫൻഡ്. എനിക്ക് മര്യാദക്ക് പറയാൻ കിട്ടണ ഗൈസ്. എന്താ പറഞ്ഞ ഗൈസ്, വാക്കുകൾ മര്യാദക്ക് വ്യക്തമായ വന്നില്ല. കുക്കുറിയിലൊക്കെ കൊടുത്ത് സ്നൈഡറിന് കൊടുത്ത വേൺറൂണി, എംബാപ്പെ ഇവരാണ് നമ്മുടെ സെൻറ്റർ ഫോർവേഡ് കളിക്കുന്നത്. വേൺറൂണി ഇപ്പോഴത്തെ സെൻറ്റർ ഫോർവേഡ് കളിക്കുന്ന അഗ്യൂറയാണ്. ഹാഫ് ടൈം ആകുമ്പോൾ അഗ്യൂറ മാറും. അഗ്യൂറ വരെ നമ്മൾ എടുക്കുന്നത് ഇതാണ്, എംബാപ്പയാണ്. സെറ്റ് ഇവിടെ നിന്നൊക്കെ ഇതാ ക്രോസ് നടിച്ചാൽ പൊളിയായിരിക്കും. ഓ, നമ്മുടെ എമിലിയാനോ മാർട്ടിനസില്ലേ, ഏതാ ഗോൾ കീപ്പർ നിങ്ങൾക്ക് അറിയോ? 100 ആണ്. 3 സെറ്റ് ഗോൾ കീപ്പറാ മക്കളെ. സെറ്റ് ഗോൾ കീപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പറാണ്. അങ്ങനെ ടച്ച് ചെയ്ത് നേരെ ഈ എൻ്റെ ഡിഫൻഡ് മര്യാദക്കാനില്ലടാ. അതെന്ത് പ്രശ്നമാണ് ഇതൊക്കെ കണ്ട. മാർട്ടിനസ് ഉള്ള കാരണം പോണുള്ളൂ. സെർജിയോ അഗ്യൂറോ, റൂണിക്കൊരു ജസ്റ്റ് മിസ്സായിരുന്നത്. വേൺറൂണി എടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല പവറുള്ള മച്ചാനാണെന്ന് വേൺറൂണി. ഓ, അവന്മാർ നല്ല കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്, കൊള്ളാം. നല്ല പ്ലേയേഴ്സ്. ഇങ്ങനത്തൊക്കെയാണ് പ്ലേയേഴ്സ് വേണ്ടത് മക്കളെ. ഓ, ഇപ്പോൾ ഞാൻ ഡിവിഷൻ 4 കളിക്കണ എൻ്റെ മാത്രമേ ഉള്ളൂ റാങ്കിൽ ഏറ്റവും ന്യൂബെന്നെ കൊണ്ട് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ ഒപ്പമെൻ്റ് എല്ലാം പറഞ്ഞാൽ എല്ലാം പ്രോ പ്ലേയേഴ്സ് മാത്രമാണ്. പ്രോ പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഓർത്തത് ഡിവിഷൻ 1 അക്കൗണ്ടിലത്തെ കളിക്കണതാണ്. എൻ്റെ പൊന്ന ഡിവിഷൻ 1 വെച്ചാൽ ഉദ്ദേശിച്ച സ്ട്രെങ്ത്താണ് കേട്ടോ. എൻ്റെ പൊന്ന ഏതൊക്കെ സ്ട്രെങ്ത് ആണെന്നുള്ളത്, ഏറ്റവും സ്ട്രെങ്ത്താണ്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. 20 ജൂലൈയിൽ സ്കൂൾ അവധിയൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. സ്കൂളിൽ 20 അല്ലേ, 20-ാം തീയതിയാണ് അവധി. എനിക്കറിയാം കേട്ടാ. 20-ാം തീയതി നമ്മുടെ ഗെയിമേഴ്സിനൊക്കെ അറിയായിരിക്കും, വോബ്ലി ലൈഫ് എന്ന് പറഞ്ഞ ഗെയിം റിലീസാകാൻ പോകുന്നതിന് 20-ാം തീയതിയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ 20-ാം തീയതി വരുമ്പോൾ ചിലപ്പോൾ
ഹോബിലി ലൈഫിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ ഇടാൻ സാധ്യത ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഇടണോ ഇടണ്ടേന്ന്. കവാമിങ്ക നല്ല പാസ്സൊക്കെയാണ് നമ്മുടെ ടീമിനുള്ളൂ. പക്ഷേ ഇല്ലേ ഉറുത്തിനില്ലേ ഡിഫൻഡർ വരുമ്പോഴത്തേക്കില്ല ബോളിൻ്റെ ബാക്കിലോട്ട് പോകുന്നു. എന്താണ് പേടിച്ച് തൂർന്നാണ് ഇവന്മാർ. മാച്ച് എന്നാൽ വീണ്ടും സ്റ്റാർട്ടാവുകയാണ്. അർജൻറ്റീന നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. ഇച്ചിരി ലോങ്ങായി പോയി വീഡിയോ. ഉമ്മമാരൊക്കെ അരിയൊക്കെ കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല പറയാ. നമ്മുടെ ടീമേറ്റൊക്കെ നല്ല ഒരു എന്ത് പറയാ നല്ലോണം കളിക്കും. പക്ഷേ ഈ ഡിഫെൻഡിങ് ആണ് നമ്മുടെ ടീമിന് പോരാത്തത്. സ്മാർട്ട് അസിസ്റ്റൊക്കെ ഓഫാണോ ഓണാണോ പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഓഫല്ലേ ആക്കേണ്ടത് അല്ലെങ്കിൽ ഓണാണോ? എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ ലിങ്കപ്പ് ചെയ്യാൻ കാരണം എൻ്റെ അക്കൗണ്ട് പോയി. സെറ്റ് അക്കൗണ്ടാണ് മക്കളെ ഇത്. എൻ്റെ ഇതൊക്കെ ഉണ്ടായി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായി, മെസ്സി നെയ്മറൊക്കെ ഉണ്ടായി, ബ്രിറ്റ്സ് നെയ്മറൊക്കെ ഉണ്ടായി. സെറ്റ് അക്കൗണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പേര് ഓർമ്മയില്ല. ഇപ്പം ഒരു 5 മാസം 7 മാസമൊക്കെ മുമ്പായിരുന്നു ഇതൊക്കെ. നല്ല അക്കൗണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്കൊക്കെ സെറ്റ് ലെഫ്റ്റ് ബാക്കൊക്കെ ആയിരുന്നു. ഈ കോർണർ കിക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഇതൊക്കെ ഗോളാവണം. ഇതെൻ്റെ അന്ന് ഒരു ദിവസം നെയ്മർ അടിച്ചിട്ടുണ്ട് എൻ്റെ ബ്രിറ്റ്സിൻ്റെ. ഏതാ ഗോളെന്നറിഞ്ഞു. നമ്മ ത്രോ എടുക്കാൻ പോയാണ്. ജോസ്കോ നേരെ എംബാപ്പയ്ക്ക് ഹെഡില്ല. അത് കാരണം വെയിൻ റൂണിക്കാണ് വിൽ പവർ ഉണ്ട്. ഒരു അത്യാവശ്യം ടാർഗറ്റ് ചെയ്യാനുള്ള പവർ വെയിൻ റൂണിക്ക് ഉണ്ട്. കവാമിങ്ക ഇതാണിത് അടിക്കണില്ല അവന്മാർ. ബസ് എൻ്റെ മര്യാദക്ക് ഇപ്പം കളിക്കണത് സെൻട്രൽ മീഡിയം ഫോർവേഡിൽ എനിക്ക് തോന്നണേ കവാമിങ്ക റോഡ്രി ഉണ്ട്. ഞാൻ പക്ഷേ റോഡ്രി സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നമുക്കൊരു യെല്ലോ കാർഡ് കിട്ടിയിരിക്കുകയാണ് മച്ചാനെ ഫ്രിക്ക്. നേരെ ഷോർട്ട് ബോളാണ്. കുക്കുറേല ഇത് ഇച്ചിരി നാൾ മുമ്പിട്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇടണത് കേട്ടോ. സോറി മക്കളെ, സോറി. അങ്ങനെ നമ്മുടെ മാച്ചൊക്കെ എൻഡ് ആവാൻ ഇനി 1 മിനിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല പാസുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവന്മാരെന്താണെന്നറിയോ പ്രശ്നം? ഇവന്മാർ മര്യാദക്ക് സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. നല്ലോണം കളിക്കുന്ന ആൾക്കാരാണ്. സെൻട്രൽ മീഡിയം ഫോർവേഡ് അത്യാവശ്യം കുഴപ്പമില്ല. ഡിഫെൻഡിങ് എൻ്റെ പൊന്ന ഒരു ബോൾ എടുത്താൽ പോയി ചക്കക്കാണ് അങ്ങനെ ടാക്കിൾ ചെയ്തിട്ട് പെനാൽറ്റി തന്നെ. എതിർ ടീം ഇവിടെ നിന്ന് തന്നെ ബോക്സിൽ തന്നെ ഫൗൾ ഇട്ടാലില്ലേ അവന്മാർക്ക് പെനാൽറ്റി ഇല്ല. അതെന്താണ്? ഭയങ്കര കഷ്ടമല്ലേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അല്ലേടാ, നിങ്ങളുടെ പ്ലെയർ എങ്ങനെയാന്ന് പറയണു കേട്ടാ. നമ്മുടെ വെയിൻ റൂണിൻ്റെ കുഞ്ഞോ സെർജിയോ ഗ്രോസസ് വെയിൻ റൂണി നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് വെയിൻ റൂണിയാണ്. എന്താ വെച്ചാൽ മര്യാദക്കുള്ള നല്ല സ്പീഡുണ്ട്, നല്ല വിൽ പവർ ഉണ്ട്. ടാക്കിൾ ചെയ്യുമില്ല, നല്ല പവറോടി ടാക്കിൾ ചെയ്താലും പക്ഷേ ഇല്ലേ ചിലപ്പോഴൊക്കെ വീഴും. ഇല്ലാത്ത സമയത്തില്ല ടാക്കിളിക്ക് റൂണ് ഓടിപ്പൊരുകളൊക്കെ അടിക്കും. അതാണ് നമ്മുടെ വെയിൻ റൂണി സെറ്റ്. നമുക്കിനി 1 മിനിറ്റ് ഉള്ളൂ. ഇപ്പം തന്നെ ഫുൾ ടൈം ആവും. അങ്ങനെ ഫുൾ ടൈം ആയി ഗൈസ്. ടാറ്റാ.